എല്ലാവരും ഈ കോവിഡ് കാലത്ത് സുഖമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ ടെക്സ്റ്റ് ചെയ്തിരുന്നു, എന്താണ് ഈ റാൻഡം പ്രോസസ് റാൻഡം വേരിയബിൾ ഓൺ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും പറഞ്ഞിട്ട് ചെറിയൊരു ഐഡിയ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് വെറും ലേമൻ പോയിന്റ് ഓഫ് വ്യൂ ഐഡിയ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ റാൻഡം പ്രോസസ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ വി കനോട്ട് സേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ തൊട്ടടുത്ത ടൈമിൽ തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നാച്ചുറലായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 3-4 ദിവസമായിട്ട് മഴയുണ്ട്. ആദ്യത്തെ ദിവസത്തെ മഴയെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ മഴയെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ മഴ, വൈകുന്നേരം 6 മണിയായപ്പം കഴിഞ്ഞു, പിന്നെ മഴയില്ല. തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ ഒരു ഉച്ച വരെ നല്ല വെയിലായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര മഴ തുടങ്ങി. പിന്നെ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് നേരം ക്ലൗഡി ആയിട്ട് നിന്നു, ഈ മേഘാവൃതമായിട്ട് നിന്നു. ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം മഴ പെയ്തു, വൈകുന്നേരം ആയപ്പം വീണ്ടും ഓക്കെ ആയി, ക്ലൗഡി ആയി, വീണ്ടും ഓക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം നാളെ, ഇന്നത്തെ ദിവസം റെസ്പെക്ട് ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ നാളെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായിരിക്കും? ഒന്നീ മഴ പെയ്യാം, അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കാം, മൊത്തം മഴയാവാം, അല്ലെങ്കിൽ മൊത്തം ക്ലൗഡി ആയിട്ട് കിടക്കാം. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോൾ കോവിഡ് കാലമാണല്ലോ, അപ്പോൾ ഒത്തിരി പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിടുന്നുണ്ട് ഇന്ത്യ ഒട്ടാകെ. അപ്പോൾ നമ്മളെടുത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ തിങ്കളാഴ്ച കോവിഡ് പരിശോധനയ്ക്ക് 5000 പേര് വിധേയരായെന്ന് വിചാരിക്കും. 5000 പേരിൽ 4990 പേരും നെഗറ്റീവായിട്ട് മാറി. തൊട്ടടുത്ത ദിവസം വീണ്ടും എടുത്തു, അപ്പോൾ അതിനകത്ത് വീണ്ടും 4990 പേര് നെഗറ്റീവായിട്ട് മാറി. സോ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച നാളെ എത്ര പേര് നെഗറ്റീവ് ആവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ 5000 പേര് നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ കുറയും, ചിലപ്പോൾ 2 പേര് കുറയും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ വി കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ റാൻഡം എക്സ്പെരിമെൻ്റ് ഔട്ട്പുട്ടിനെ നമ്മൾ ഒരു റിയൽ നമ്പറായിട്ട് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, പൊതുവേ നമ്മൾ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഈ കോയിനാണ്. സോ കോയിൻ ടോസ് ചെയ്താൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ നമ്പറുള്ള ടെയിൽ വരാം. ഓക്കെ, അപ്പോൾ ടോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ വരുന്ന ഹെഡിന് നമ്മൾ വേണമെങ്കിൽ അതായത് ന്യൂമറിക്കൽ 1 ആയിട്ട് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടെയിൽ വരുവാണെങ്കിൽ 0 ആയിട്ട് അസൈൻ ചെയ്യാം. സോ എനി നമ്പർ എടുക്കാം. ഇപ്പോൾ ഹെഡ് വരുവാണെന്നെങ്കിൽ 20 എടുക്കാം, ടെയിൽ വരുവാണെങ്കിൽ 30 എടുക്കാം, അല്ലെങ്കിൽ ഹെഡ് വരുവാണെങ്കിൽ 100 എടുക്കാം, ടെയിൽ വരുവാണെങ്കിൽ 200 എടുക്കാം. സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ബട്ട് ഔട്ട്പുട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വി വിൽ അസൈൻ എ റിയൽ നമ്പർ. അതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ അനദർ എക്സാമ്പിൾ നമ്മൾ സാധാരണ എല്ലാത്തിനകത്ത് പഠിക്കുന്നതാണ് ഈ ഡൈസ് എക്സ്പെരിമെൻറ്റ്, റൈറ്റ്? സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളുണ്ടാക്കിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. താങ്ക്സ് ടു മീനാക്ഷി ഗോപകുമാർ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അപ്വേർഡ് ഫേസിങ് ആയിട്ടുള്ള എത്ര ഡോട്ട് വരുന്നുണ്ട്? സോ 1 ഡോട്ട്, 2 ഡോട്ട്, 3 ഡോട്ട്, അങ്ങനെ 6 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ പോസിബിലിറ്റീസിന് നമ്മളൊരു റിയൽ നമ്പർ കൊടുത്തു. ഇപ്പോൾ 1 ഡോട്ട് ഉള്ളതിന് നമ്മൾ 10 എന്നുള്ള ഡിജിറ്റ് കൊടുത്തു, 2 ഡോട്ട് ഉള്ളതിന് 15 എന്ന് കൊടുത്തു, 3 ഡോട്ട് ഉള്ളതിന് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പം 1 2 3 4 5 6 എന്ന് കൊടുക്കാം. സോ അസൈനിങ് സം റിയൽ നമ്പേഴ്സ് ഫോർ ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, അതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റാൻഡം വേരിയബിൾ. ഇപ്പം റാൻഡം വേരിയബിൾ നമ്മൾ ഇതിനു മുമ്പേ ലീനിയർ വേരിയബിൾ പഠിച്ചു. ലീനിയർ ആൾജിബ്രയ്ക്കകത്ത് y = x+5 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ മെയിൻ എന്താണെന്ന് പറഞ്ഞാൽ വേരിയബിൾ ഉപയോഗിക്കുന്നത് നോർമൽ ലീനിയർ ആൾജിബ്രയിൽ ഉപയോഗിക്കുന്ന സാറിന് ഇക്വേഷൻ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞത് y = x+5. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്, സ്മോൾ y സ്മോൾ x. സോ y = x+5 എന്നുള്ള ഇക്വേഷനകത്താണെങ്കിൽ സോ y is a dependent variable, x is an independent variable, right? So depends upon the values of x അനുസരിച്ച് y വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം, എന്നിട്ട് അവസാനം നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എല്ലാം സ്മോൾ ലെറ്റേഴ്സാണെന്നാണ് പറയുക. പക്ഷേ ഈ റാൻഡം വേരിയബിളിനകത്ത് ഈ പ്രോബബിൾ ഔട്ട്കംസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ്, കോയിൻ ടോസ് ഉപയോഗിക്കുകയാണ്. സോ കോയിൻ ടോസ് ദ റാൻഡം വേരിയബിൾ ഔട്ട്പുട്ട് ഈസ് ക്യാപിറ്റൽ എക്സ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈ എന്ന് ഉപയോഗിക്കാം, ക്യാപിറ്റൽ ഇസഡ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ബി, എനി ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. അപ്പം ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 1 or x can take, capital X can take two values, that is either 1 or 0. 1 എന്ന് വെച്ചാൽ ഹെഡ് വരാം, 0 ടെയിൽ വരാം. ബട്ട് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നോർമൽ വേരിയബിൾ, ലീനിയർ ആൾജിബ്രയിൽ ഉപയോഗിക്കുന്ന നോർമൽ വേരിയബിളും ഈ റാൻഡം വേരിയബിളും നമ്മൾ മെയിൻ എന്ന് പറയുന്നത് ഇതിനത് പ്രോബബിലിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് or ക്യാപിറ്റൽ വൈ ഈസ് ദാറ്റ് ഓൾ ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ, കോയിൻ ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ടോസ് ചെയ്തെന്ന് വെച്ചാൽ 10 ടോസ് ഇത് ചെയ്തെന്ന് വെച്ചാൽ 10 ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽസ് 5 times. അതിന് നമ്മളൊരു റാൻഡം വേരിയബിൾ കൊടുത്ത് ക്യാപിറ്റൽ വൈ കൊടുത്ത് ടെയിൽ 5 പ്രാവശ്യം കിട്ടാനുള്ള ചാൻസ് എത്ര? സോ നമുക്ക് എന്ത് കിട്ടാം? ഈ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രാവശ്യവും ടെയിൽ കിട്ടാം, 5 പ്രാവശ്യം ടെയിൽ കിട്ടാം, 5 പ്രാവശ്യം ഹെഡ് കിട്ടാം, അല്ല 9 പ്രാവശ്യം ഹെഡ് കിട്ടാം, ഓർ 8 number of times we will get ടെയിൽസ്. അപ്പോൾ ഈ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഔട്ട്കം, സോ പോസിബിൾ ഔട്ട്കം ഒരെണ്ണം എടുത്തു, അതിനകത്ത് 5 പ്രാവശ്യം ടെയിൽ വരുന്ന ഇതെടുത്തു. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ദിസ് വൺ ഡൈസ് നമ്മളൊരു സപ്പോസ് നമ്മളൊരു 25 നമ്പേഴ്സ് ടൈംസ് നമ്മൾ ടോസ് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോൾ 25 നമ്പേഴ്സ് അപ്വേർഡ് ഫേസിങ് ആയിട്ടുള്ള നമ്മളിതിൻ്റെ നമ്പർ എടുത്തു. എന്നിട്ട് അതിൻ്റെ സം എടുത്തു, 25 പ്രാവശ്യം എടുത്തുള്ള സം എടുത്തു. സോ ആദ്യമേ ആദ്യത്തെ ടോസിന് 2 മോളിൽ കിട്ടി, അടുത്ത പ്രാവശ്യം രണ്ടാമത് കിട്ടിയത് 6 കിട്ടി. അങ്ങനെ ഇതിൻ്റെ സം എടുത്തു. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് പ്രോബബിലിറ്റി വിത്തിൻ ബ്രാക്കറ്റ് വി ആർ റൈറ്റിംഗ് ഗെറ്റിംഗ് ദ സം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ഓഫ് അപ്വേർഡ് ഫേസിങ് ഡൈസ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അത് ഇത്ര എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യാപിറ്റൽ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് മാത്രം എഴുതിയാൽ മതി. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് റാൻഡം എക്സ്പീരിയൻറ്റ് ഔട്ട്കം റാൻഡം വേരിയബിൾ ആക്കുന്നതിന് ഉള്ള അഡ്വാൻറ്റേജ് അതാണ്. ഇത്രയും പ്രോബബിലിറ്റി കാര്യങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ റാൻഡം വേരിയബിൾ, റാൻഡം എക്സ്പീരിയൻറ്റ് എന്താണെന്ന് പറഞ്ഞു, റാൻഡം പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, റാൻഡം വേരിയബിൾ സാധാരണ വേരിയബിളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ റാൻഡം വേരിയബിളിന് പ്രോബബിലിറ്റി ഡിപ്പെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കോയിൻ ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 10,000 പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജിൽ എത്താൻ പറ്റും. സോ ടെയിൽ കിട്ടാനുള്ള ചാൻസ് ആകെ 2 ചാൻസേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1, മാക്സിമം വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ലൈക്ലി ആണ്. ഈക്വലി ലൈക്ലി എന്ന് വെച്ചാൽ രണ്ടും വരാനുള്ള ചാൻസ് ഒരേപോലെയാണ്. അപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 1 million ടൈംസ് നമ്മളിത് ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ്. സോ ടെയിൽ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അതുകൊണ്ട് തന്നെ ഹെഡ് കിട്ടാനുള്ള ചാൻസും വി വിൽ ഗെറ്റ് 0.5. 0.5 പ്ലസ് 0.5 ദ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ഫോർ എക്സാമ്പിൾ ഈ ഡൈസ് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് കിട്ടാനുള്ള അപ്വേർഡ് ഫേസിങ് ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഓരോന്നും 1/6 ആണ്. സോ 1/6 6 നമ്പേഴ്സ് ടൈംസ് റിപ്പീറ്റ് വരുമ്പോൾ ടോട്ടൽ 6/6 ഈസ് ഈക്വൽ ടു 1. സോ ദിസ് റാൻഡം വേരിയബിൾ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോബബിലിറ്റി. So that is the difference between a normal variable and a random variable. Okay, going to next topic, that is continuous random variable and discrete random variable. But discrete random variable ആണ് ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ കറക്റ്റാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇപ്പോൾ നമ്മൾ കോയിൻ ടോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്ക്രീറ്റ് ആണ്. ഒരു ഔട്ട്പുട്ട് എന്തായാലും ഉണ്ട്, അത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഒന്നീ ടെയിലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഹെഡ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്താണെങ്കിലും ഇതിനകത്ത് 6 ഏതെങ്കിലും ഒരെണ്ണം വരും. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റ്, ഇൻ ബിറ്റ്വീൻ ഒന്നും വരുന്നത്. 1 വരാം, 1 ഡോട്ട് വരാം, അല്ലെങ്കിൽ 2 ഡോട്ട് വരാം, 3 ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹെഡ് വരാൻ ടെയിൽ വരാം, അതിനകത്തൊന്നുമില്ല. സോ ദീസ് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ ഈസ് ടേക്സ് ഫൈനൈറ്റ് വാല്യൂസ്, റൈറ്റ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. സോ ദാറ്റ് ഈസ് കാൾഡ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ കോയിൻ ടോസും ഇതിൻ്റെ ടോസും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കോവിഡ് പരിശോധനയ്ക്ക് തയ്യാറായി വരുന്ന ആൾക്കാരുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുകയാണിത്. അതെന്തായാലും ഇപ്പം നമുക്ക് ഇന്നൊരു ദിവസം 100 പേര് വന്നു, നാളെ 10 പേരെ വന്നുള്ളൂ, മറ്റന്നാൾ 15 പേര് വന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം 15 ഒരു 20 നമ്പേഴ്സ് വന്നു. അപ്പോൾ അവരുടെ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ റാൻഡം ആണ്, ആൾക്കാർ വരുന്ന റാൻഡം ആണ്. പക്ഷേ നമ്മൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ആർ ഡിജിറ്റ്സ്, റൈറ്റ്. സോ ദേ ആർ ഡിസ്ക്രീറ്റ്. അപ്പോൾ അതിനകത്ത് ഡിസ്ക്രീറ്റ് എന്ന് പറയാം. അപ്പോൾ സോ ദിസ് ഈസ് കാൾഡ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് വെച്ചോളൂ. അതിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ exact weight of a
പേഴ്സൺ ഹൂ ഈസ് അണ്ടർഗോയിങ് എ COVID-19 ടെസ്റ്റിംഗ്. അപ്പോൾ കോവിഡ് ടെസ്റ്റിംഗ് എക്സാക്ട് മാസ് ഇപ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റിംഗ് നടത്തുകയാണ്. ഇപ്പോൾ ഞാൻ കോവിഡിൻ്റെ കാര്യം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ എക്സാക്ട് മാസ്, ഇപ്പോൾ മാസം എന്ന് വെച്ചാൽ വെയിറ്റ്, എക്സാക്ട് വെയിറ്റ് എത്രയാണ്, എക്സാക്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എക്സാക്ട് വെയിറ്റ് ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു നോർമലി ജനങ്ങളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 45 കിലോഗ്രാം മുതൽ മാക്സിമം ഒരു 100 കിലോഗ്രാം വരെ നമുക്ക് എടുക്കാം. അതിനകത്ത് എക്സാക്ട് മാസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40 കിലോഗ്രാം ഉള്ള ഒരാൾ എടുക്കാമെന്ന് വെച്ചോ, പ്രോബിലിറ്റി ഓഫ് 40 കിലോഗ്രാം. അപ്പം 40 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എക്സാക്ട് 40 കിലോഗ്രാം ആയിരിക്കണമെന്നില്ല. 40.00001 ആവാം, അല്ലെങ്കിൽ 40.9 ആവാം, അല്ലെങ്കിൽ 39.999 കംപ്ലീറ്റ് 9 ആവാം. സോ എക്സാക്ട് മാസ് അത് സോ കണ്ടിന്യൂസ് ആണ്. സോ ഇപ്പോൾ നമ്മളൊരു ലാർജ് നമ്പർ ഓഫ് ക്രൗഡിൻ്റെ എടുക്കുകയാണ്, ഇന്ത്യയിലെ മൊത്തം ആൾക്കാരുടെ എക്സാക്ട് ഈ കോവിഡ് ടെസ്റ്റിന് പോയവരുടെ എക്സാക്ട് മാസ്, സൂപ്പർ എക്സാക്ട് എന്ന വേരിയേഷൻ നമ്മൾ വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ ആ എടുക്കുമ്പോൾ എന്താണ്, സോ നമ്മൾ 40 വെയിറ്റ് 40 കിലോഗ്രാം തൊട്ട് നമ്മൾ 100 കിലോഗ്രാം വരെ ഉള്ളത്. സോ ദേ ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 40 ആൻഡ് ദിസ് 100, റൈറ്റ്? സോ ദാറ്റ് ഈസ് കാൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. സോ ഡിസ്ക്രീറ്റ് അല്ല അത്. സോ എനി മാസ്. അപ്പം എന്താണ്, ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 സ്ഥാനം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 15 സ്ഥാനം കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് കാൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജിൽ എടുത്താൽ മതി, കോളേജിലെ കാര്യം എടുത്താൽ മതി. ഇപ്പം 9 o'clock ക്ലാസ് തുടങ്ങുമെന്ന് വെച്ചോളൂ. കുട്ടികൾ എപ്പം തുടങ്ങെങ്കിലും വരാം. അപ്പോൾ ചിലവർ 8:30 വരാം, ചിലവർക്ക് 9:30 മാത്രമേ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ 8:30 മുതൽ 9 വരെ എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൽ കൊടുക്കും നമ്മൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്ത് ഒരു ഇൻ്റർവെല്ലുണ്ട്. അപ്പോൾ ആ ഇൻ്റർവെല്ലിനകത്ത് എക്സാക്ട് ടൈം, അപ്പോൾ കോളേജ് ഗേറ്റ് കടക്കുന്ന എക്സാക്ട് ടൈം എത്രയാണെന്ന് നോക്കും. ഇപ്പം 9 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റും 50 സെക്കൻഡും ഒരു 500 മില്ലി സെക്കൻഡും ഒരു 600 മൈക്രോ സെക്കൻഡും ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സോ 9 മണി 5 മിനിറ്റ് ഇപ്പോൾ 9.5678910 എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതി അങ്ങ് പോവാം. അപ്പോൾ എന്താണ് എക്സാക്ട് ടൈം. അപ്പോൾ ഒരു കോളേജിൽ ഒരു 10,000 കുട്ടികളുണ്ടായിരുന്നു, 10,000 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എക്സാക്ട് ടൈം, എക്സാക്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ടൈമല്ല എക്സാക്ട് ടൈം, ആ കോളേജ് ഗേറ്റ് കിടക്കുന്ന ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്. ഓക്കെ, ഇനി നമുക്കൊരു 1-2 എക്സാമ്പിളുണ്ട്. സോ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ദിസ് വൺ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ PDF കാണുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ മാസിൻ്റെ കാര്യം പറഞ്ഞു, എക്സാക്ട് വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ കേസിലാണെങ്കിൽ, സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഫ്രം 10 കിലോഗ്രാം ടു അപ് ടു 50 കിലോഗ്രാം, റൈറ്റ്? അപ്പോൾ അതിനകത്ത് നമ്മൾ 2 വാല്യൂസ് എടുത്തു. അതിനകത്ത് മീൻ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ = 10 എടുത്തു. അപ്പോൾ അത് 2 ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 30 + 10 = 14 കാണിച്ചിട്ടുണ്ട്. 30 - 10 = 20 കാണിച്ചിട്ടുണ്ട്. സോ f(x) എന്ന് പറയുന്നതാണ് ആ കർവിൻ്റെ വാല്യൂ. സപ്പോസ് ഇറ്റ് ഈസ് എ ഗോസിയൻ കർവ് ആണെന്ന് വെച്ചോളൂ. ഇപ്പം നോർമൽ കർവ് എന്ന് പറയാൻ പറ്റത്തില്ല. നോർമൽ കർവിൻ്റെ ഇക്വേഷൻ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. f(x) = this one, right? 1/2 √2 pi e⁻²² മീൻ 0 ആയിരിക്കണം, വേരിയൻസ് 1 ആയിരിക്കണം. ബട്ട് ഹിയർ what it is happening is that the mean is 30, right? So ഇതൊരു ഗോസിയൻ കർവ് എടുക്കുകയാണ്. ഗോസിയൻ കർവിനകത്ത് സിഗ്മ സ്ക്വയർ ഉണ്ട്, മീൻ ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് x = 30. സോ x എക്സാക്ട്ലി = 30 എത്ര ആണെന്ന് നോക്കുക. അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റും, x cannot be not equal to 30.0001 എന്ന് എടുക്കാൻ പറ്റത്തില്ല, അല്ലെ 29.991 എന്ന് എടുക്കത്തില്ല, അല്ലെ 29.98 എന്ന് എടുക്കാൻ പറ്റത്തില്ല, അല്ലെ 30.100 എന്ന് എടുക്കാൻ പറ്റത്തില്ല. സോ ഫൈനലി വി കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് x = 30 = 0. ഇതായിരുന്നു തോന്നുന്നു കുട്ടികൾ എന്തൊക്കെ ചോദിച്ച ഡൗട്ട്. സോ പ്രോബിലിറ്റി ഓഫ് x = 30 എക്സാക്ട് സൂപ്പർ എക്സാക്ട് വാല്യൂ finding in a continuous random variable is equal to 0. Super exact value is equal to 30. അപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഒരെണ്ണം എടുക്കാം. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് x - 30 is equal to മോഡുലസ് ഓഫ് x - 30 is equal to 10. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തെഴുതാം. ഇപ്പോൾ 10ൻ്റെ വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 10 - 30 is equal to 20.
ഓക്കെ, മോഡുലസ് ഓഫ് -20 ഈസ് ഈക്വൽ ടു 20. ഇപ്പം -10 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ -20 -10 -30 ഈസ് ഈക്വൽ ടു -40, റൈറ്റ്? സോ വാട്ട് യു ആർ ഗെറ്റിംഗ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ എക്സ് റാൻഡം വേരിയബിൾ ബിറ്റ്വീൻ 20 ആൻഡ് 40. സോ നമ്മൾ എന്ത് ചെയ്യും? സോ ഇതിനകത്ത് നോക്കി ഞാനത് കാണിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ റാൻഡം വേരിയബിൾ ബിറ്റ്വീൻ 20 ആൻഡ് 40. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ ഫംഗ്ഷനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ ബിറ്റ്വീൻ ദിസ് ടു ഏരിയ, ദിസ് ടു പോയിന്റ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, റൈറ്റ്? സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഫ് എക്സ് എന്നാണ് ആ കർവിൻ്റെ പേര്. കർവ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ്. സോ ഇൻ്റഗ്രൽ നമ്മൾ എന്താണ്, ദിസ് ഈസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, വി കനോട്ട് യൂസ് സിഗ്മ. സോ സിഗ്മ ക്യാൻ ബി യൂസ് ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇതിനകത്താണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രലായത് സമ്മേഷൻ ബിക്കം ഇൻ്റഗ്രേഷൻ ഹിയർ. സോ 20 മുതൽ 40 വരെ എഫ് എക്സ് ഡി എക്സ് എടുക്കും. സോ ഇൻ ദിസ് കേസ് ഇപ്പോൾ നമ്മൾ എഫ് എക്സ് ഡി എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ അണ്ടർ ദി കർവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എക്സ് ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ 20 ആൻഡ് 40. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പി സിക്കറ്റ് എക്സ് സിക്കറ്റ് 30 അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സിക്കറ്റ് 30 കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് വി ആർ ഗെറ്റിംഗ് എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈനിൻ്റെ വിഡ്ത്ത് എത്ര? 0, റൈറ്റ്? അപ്പം വിഡ്ത്ത് 0 ആണ്, ലെങ്ത് ഉണ്ട്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഉണ്ട് 0.5. അപ്പോൾ 0 × 0.5 is equal to 0. Again this one is correct. Probability of finding x is equal to 30 is equal to 0. So ഇതിനകത്ത് ഏരിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് is equal to 0. This is a line with the width is equal to 0. So total is equal to area is equal to 0. പിന്നെ ഈ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് പ്രോബിലിറ്റി ആണ്. സോ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു 1, റൈറ്റ്? പ്രോബിലിറ്റി ഓഫ് from here starting point to the finishing point, total area is equal to integral of fx dx is equal to 1. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈറ്റ് എടുത്തെന്ന് വെച്ചാൽ, ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എടുത്തെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു മീൻ ഹൈറ്റ് 150 വന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 20 എടുക്കും. നമുക്ക് അന്നേരം 150 + 20 is equal to 170 and 150 - 20 is equal to 130. അപ്പോൾ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൈ ദിസ് റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ആസ് ക്യാപിറ്റൽ വൈ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വൈ ഇൻ ദ വൈ ആക്സിസ്. സോ ഫൈൻഡ് ദ പ്രോബബിലിറ്റി വൈ ഈസ് ഗ്രേറ്റർ ദാൻ 170. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 170 മുതൽ മുകളിലോട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അറിയാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് 130 മുതൽ 170 വരെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 68% ആണ്. എക്സാക്ട് വാല്യൂ 68 പോയിൻറ്റ് സംതിങ് ആണ്. ഇപ്പോൾ ഇത്ര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 68. അപ്പോൾ ഓരോ പാർട്ട് വേണമെങ്കിൽ 34 ഉണ്ട്. അപ്പോൾ ഇത്രയും പാർട്ട് എന്താണ്? 50% ആണ്. ദിസ് പാർട്ട് കംപ്ലീറ്റ്. ഈ 150 തൊട്ട് താഴോട്ട് കിടക്കുന്നതെല്ലാം 50 പാർട്ടാണ്. 50% ആണ്. അപ്പോൾ ഈ പാർട്ട് എന്താണ്? 34 നമുക്ക് കിട്ടി. കാരണം വെച്ചാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് മാക്സിമം ഏരിയ ഈസ് ഈക്വൽ ടു ദിസ് വൺ, കറക്റ്റ്? 68%. So total is equal to, total probability is equal to 1 minus 0.84, എന്ന് വെച്ചാൽ 50 plus 0.34. So that is equal to 0.84, that is equal to 0.16. So that's all for the time being. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, കമൻ്റായിട്ട് ഇട്ടാൽ മതി. I will explain more details. Conditional probability based theorem. So these are applications are very important for our day-to-day life. For example, നമ്മൾ ഷെയർ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കോവിഡിൻ്റെ ഒരു പുതിയ ഒരു ബഡ്ജറ്റ് വരുന്നു, കോവിഡിന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഷെയർ വാല്യൂ കൂടിയോ കുറയോ ചെയ്യും. അപ്പോൾ ഷെയർ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നത്? ഇന്നത്തെ ഷെയർ വാല്യൂ 100 രൂപ ആണെങ്കിൽ നാളെ എന്തായി മാറും? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ ക്വാളിറ്റി ഉപയോഗിക്കാം, ക്വാളിറ്റി കൺട്രോളിന് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പ്രോബിലിറ്റി ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതിനകത്ത് ഇപ്പോൾ 1 ട്രാൻസ്മിറ്റ് ചെയ്താൽ 1 തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ 1 കിട്ടാം. അതുപോലെ തന്നെ നോയ്സ് റാൻഡം പ്രോസസ്സാണ്. നോയ്സ് ചെയ്യുന്നത്, നോയ്സ് ഈസ് എ റാൻഡം പ്രോസസ്. സിഗ്നൽ പ്ലസ് നോയ്സ് നമ്മൾ റാൻഡം വേരിയബിളായിട്ടാണ് അസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ദിസ് വൺ the pH value variation and concentration variation, everywhere we are using this probability and statistics. Even machine learning പഠിക്കുന്നവർക്കറിയാം, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതിനകത്തെല്ലാം നമ്മൾ ട്രെയിൻഡ് ഡേറ്റ കൊടുത്തിട്ട് അതിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഓൾ ആർ ബേസ്ഡ് ഓൺ ദിസ് probability and this conditional probability.
അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ ലേമൻ പോയിന്റ് ഓഫ് വ്യൂ ഇടണമെങ്കിൽ ആ രീതിയിലിടാം. സോ ഇഫ് യു വാണ്ട് അഡ്വാൻസ്ഡ് topics to explain all those things, I can do that. So that's all for the time being. Thank you so much.